പക്ഷെ എന്താണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് അറിയണ്ടേ? അപ്പൊ നമ്മൾ മുകളിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ ആ സെൽസിൽ ചെന്നിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ തടയുന്നത് കാരണം നമുക്ക് പുറത്തോട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരത്തില്ല. അപ്പൊ രാത്രി മാത്രം ഒരു ക്രീം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡിനേക്കാൾ നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാരണം അതിപ്പോ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടാണ്, വിറ്റാമിൻ സി യൂസ് ചെയ്താൽ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറുന്നത്. ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതലായിട്ടും വരുന്ന ഓയിലി സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കുമാണ്. പിന്നെ നമ്മൾ ആ സാധനങ്ങൾ തുറന്നിടുകയാണ്, അവിടെ പെട്ടെന്ന് വീണ്ടും ഓയിലിനും ഡേർട്ടിനും വന്ന് അടഞ്ഞിരുന്നിട്ട് വീണ്ടും നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാക്കാം. സാലിസിലിക് ആസിഡ് തന്നെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിനെല്ലാം കൂടെ എങ്ങനെ സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഒരുമിച്ച് ഉപയോഗിക്കണം എന്നല്ല പറയും. നിങ്ങൾ രാവിലെ സാലിസിലിക് ആസിഡ് സെറമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ബാക്കി ഏതാണ് അതിന്റെ അനുസരിച്ചുള്ള ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരാൾക്ക് ഫലം കിട്ടി, അല്ലെങ്കിൽ ഫ്രണ്ടിന് അത് യൂസ് ചെയ്ത് ബലം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ബലം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞ പോലെ നമ്മൾ കമന്റ് ബോക്സിൽ നിന്ന് കുറച്ച് കമന്റ്സ് പിക്ക് ചെയ്തിട്ട് അതിന്റെ ആൻസേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ആൻസേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഹൈപ്പർ പിഗ്മെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അത് മുഖത്തെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാം, ചിലപ്പോൾ കഴുത്തിന്റെ ബേക്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാം, ചിലപ്പോൾ കൈമുട്ട് അല്ലെങ്കിൽ കാൽമുട്ടിന്റെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാം, ചിലപ്പോൾ അണ്ടർ ആം ഹൈപ്പർ പിഗ്മെന്റേഷൻ ആവാം. അങ്ങനെ നമുക്ക് പല ടൈപ്പിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ കാരണമുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാം കൂടെ ചേർത്ത് പക്ഷെ എന്താണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് അറിയണ്ടേ? നമുക്ക് നാച്ചുറൽ ആയിട്ട് സ്കിൻ കളർ ഉണ്ടല്ലോ, ആ കളറിനേക്കാളും ഡീപ്പായിട്ട് നമ്മുടെ കളർ പോകുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അതിന് റീസൺസ് മുറിവ്, അല്ലെങ്കിൽ മുറിവെന്ന് വെച്ചാൽ മോക്കുരുവൊക്കെ ആ മുറിവിനകത്ത് വരുന്നതാണ്, അങ്ങനെയുള്ള മുറിവുകൾ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺ ഡാമേജ് കാരണം വരാം. പിന്നെ മെലാസം പോലെയുള്ള കണ്ടീഷൻ, അതായത് ഹോർമോണൽ ചേഞ്ച് കാരണം, പിന്നെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും മരുന്ന് കാരണം വരാം. അതല്ലെങ്കിൽ നമുക്കുള്ള അസുഖങ്ങൾ, അതായത് ഡയബറ്റിക് മെൽറ്റസ്, ഒബിസിറ്റി, ഇത് കാരണം, അലർജി കാരണം, ഇതൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അപ്പൊ ഇത് മാറ്റുക എന്നുള്ളത് ഒരു ക്രീം തേച്ചാലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സ്ക്രബ് യൂസ് ചെയ്താലോ മാത്രം നമുക്കിത് മാറ്റാൻ പറ്റത്തില്ല. ഇനി കുറച്ച് മിത്തുകൾ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറയും മുഖത്ത് കറുത്ത പാടെടുത്താൽ തന്നെ നമ്മൾ പറയും അത് നന്നായിട്ട് ഉരച്ച് ഫിസിക്കൽ സ്ക്രബ് ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ പോകുന്നു. ഒരിക്കലും പോകത്തില്ല, അതിന് ഇന്റൻസിറ്റി കൂടത്തേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയില്ലേ, അല്ലെങ്കിൽ ആ സ്ക്രബ് പാർട്ടിക്കിൾസ് കുറച്ച് ഷാർപ്പ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് ഷാർപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ അത് മൈക്രോസ്കോപ്പ് കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു ഷാർപ്നെസ് മനസ്സിലാവും. ആ ഷാർപ്പ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാടിട്ട് കളിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ മൈക്രോ ടിയർ വരികയും ആ മുറിവ് കാരണം നമുക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരാം. അപ്പം നമുക്ക് നമ്മുടെ തൊലിയുടെ മുകളിലും അല്ല ഈ പിഗ്മെന്റേഷൻ ഇരിക്കുന്നത്, തൊലിയുടെ അടിയിലോട്ടുള്ള സെൽസ് ആണ് ഈ ഒരു മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ഈ കളർ ചേഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ മുകളിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ ആ സെൽസിൽ ചെന്നിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം, ഈ ഒരു പിഗ്മെന്റേഷൻ വരുത്തണ്ട എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കളർ ചേഞ്ച് മാറ്റാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് മെലാനിനാണല്ലോ കളർ വരുന്നത്, മെലാനിനെ തടയുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് സാധനങ്ങളുണ്ട്, മെലാനിൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനാണ് നമ്മൾ കോജിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ട്രാൻ എക്സാമിക് ആസിഡ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. പിന്നെ നമ്മൾ വിറ്റാമിൻ സിയും നയാസിനമൈഡും ഒക്കെ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യും. എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ ഇതിനകത്ത് വരുന്ന സാധനങ്ങളാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇത് മാറ്റുന്ന സാധനങ്ങൾ. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒബിസിറ്റി കാരണം, ഡയബറ്റിക് മെൽറ്റസ് കാരണം വരുന്ന ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് നമ്മുടെ കഴുത്തിന്റെ ബേക്കില്, നമ്മുടെ അണ്ടർ ആംസിൽ, അല്ലെങ്കിൽ നമ്മുടെ തൊടയിടുക്കിലൊക്കെ വരുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ചില സമയത്ത് നമ്മൾ ഒബിസിറ്റി, അതായത് നമുക്കൊരു വണ്ണക്കൂടുതൽ കാരണം, ഫുഡൊക്കെ ഓവറായിട്ട് കഴിക്കുന്ന കാരണം, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് കാരണം വരുന്ന ഒബിസിറ്റി കാരണമൊക്കെ വരുന്നൊരു പ്രശ്നമാണ്. അപ്പൊ ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് എക്സർസൈസ് ചെയ്താൽ മാത്രമേ മാറും. അടുത്തെന്ന് വെച്ചാൽ ഡയബറ്റിക് മെൽറ്റസ് കാരണം, അതായത് ഷുഗറിന്റെ അസുഖം ഉള്ളത് കാരണം വരുന്ന അസുഖമാണെങ്കിൽ, അപ്പൊ നമുക്ക് കൂടുതലും ഈ ഒരു എന്താ പറയുക, നമുക്കൊരു വെൽവെറ്റി അപ്പിയറൻസ് ആയിരിക്കും ആ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അതാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ ഡയബറ്റിക് മെൽറ്റസ് മാറ്റിയാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സെറംസ് അല്ലെങ്കിൽ ക്രീംസ്, അതായത് കോജിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, അസലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അങ്ങനെയൊക്കെയുള്ള ടാൻ എക്സാമിക് ആസിഡ്, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈറോസിനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിന്റെ സഹായത്തോടു കൂടിയാണ്. ഈ എൻസൈമിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ ഫിസിക്കൽ സ്ക്രബിനേക്കാളും. കാരണം ഈ
സെറംസ് അല്ലെങ്കിൽ ഈ ക്രീംസിനകത്തുള്ള ഈ കോജിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിന്നിന്റെ അകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് ചെന്നിട്ട് മെലാനിന്റെ പ്രൊഡക്ഷൻ തടയുന്നത് കാരണം നമുക്ക് പുറത്തോട്ട് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് സൺ ഡാമേജ് കാരണമൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ഫോളോ അപ്പ് ചെയ്യണം. കാരണം നമ്മൾ സണ്ണിന്റെ വെട്ടം അടിക്കുമ്പോൾ ഈ ഒരു കറുപ്പ് കൂടി വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് സൺ പ്രൊട്ടക്ഷനും ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും സാധനങ്ങൾ സെറത്തിന്റെ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്കറിയാം ഇത് കുറച്ച് സയന്റിഫിക് ആയിട്ടാണ് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഈ ഒരു കറക്റ്റ് മാറ്റാൻ പറ്റും. ഇനി നിങ്ങൾ ചോദിക്കും ഇപ്പം ഇത്രയും പറഞ്ഞില്ലേ ഇതിനകത്ത് ഏതാണ് നല്ലതെന്ന്. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ടാനിങ് അങ്ങനെയൊക്കെ ഉള്ളൊരു കളർ ചേഞ്ച് ആണ് വന്നെങ്കിൽ നമുക്ക് ആൽഫ ആർബിറ്റിനാണ് നല്ലത്. അല്ലാണ്ട് മോക്കുരു അല്ലെങ്കിൽ നല്ല മെലാസ്മ പോലെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കോജിക് ആസിഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ രാത്രി മാത്രം ഒരു ക്രീം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡിനേക്കാൾ നല്ലത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. കാരണം അതൊരു നല്ല എക്സ്ഫോളിയേഷനും കൂടെ നടത്തുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് ഫലം കിട്ടും. പിന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ല സെൻസിറ്റീവ് സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അസലിക് ആസിഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് മോക്കുരുവൊക്കെ വരുന്നെങ്കിൽ അത് തടയാനും പിന്നെ അത് കാരണം ഉണ്ടാവുന്ന പാട് മാറ്റാനും നമുക്ക് അസലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ ഒക്കെ രാജാവായിട്ടുള്ള സാധനമാണ് ട്രാൻഎക്സാമിക് ആസിഡ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അതിന്റെ സിറംസ് അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു മിനിമലിസ്റ്റ് ഒക്കെ മാത്രമേ അതങ്ങോട്ട് ഇറക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതും ട്രാൻഎക്സാമിക് ആസിഡ് ആണെങ്കിൽ ഇതിനേക്കാളൊക്കെ പവർഫുൾ ആണ്. പക്ഷെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണ സെറമായിട്ട്. കോജിക് ആസിഡ് അസലിക് ആസിഡ് ആണ് ഇപ്പം പ്രസന്റ്ലി നമ്മുടെ മാർക്കറ്റിൽ ആൽഫാർബിറ്റിനും ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ പിടിച്ചിരിക്കുന്നത്. ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾക്ക് രാത്രി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതാണ് ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റുന്ന സാധനം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടാണ് വിറ്റാമിൻ സി യൂസ് ചെയ്താൽ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറുമെന്ന്. നോക്ക്, നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതൊരു ബ്രൈറ്റനിങ് ഏജന്റ് ആണ്, അതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, ഒക്കെ ഉള്ള സാധനങ്ങളാണ്. പക്ഷെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ കുത്തുകളൊക്കെ ഉണ്ടല്ലേ, ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള നമുക്ക് ആ ഒരു സൺ ഡാമേജ് കാരണം ഉണ്ടായ ഒരു ചെറിയ കുത്തലിന്റെ തുടക്കത്തിൽ മാത്രമേ അത് ഫലിക്കത്തുള്ളൂ. അതിനേക്കാളും ഒക്കെ എഫക്റ്റീവ് ഞാൻ ഈ പറഞ്ഞ മറ്റുള്ള സെറംസുകളാണ്. പിന്നെ നിയാസിനമൈഡും ഹെൽപ്പ് ചെയ്യും. അതും വിറ്റാമിൻ സിയെക്കാളും താഴെയാണ് അതിന്റെ ഹെൽപ്പിംഗ് പ്രോപ്പർട്ടി. അതും ചെറുതൊക്കെ മാത്രമേ മാറ്റാൻ കുറച്ച് സമയം എടുക്കും. അതിനേക്കാളും നല്ലത് ഈ ഒരു പറഞ്ഞ ഏതെങ്കിലും ഒന്ന് സാധനങ്ങളാണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഓയിലി സ്കിൻ കാരുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുതലായിട്ടും വരുന്ന ഓയിലി സ്കിൻകാർക്കും കോമ്പിനേഷൻ സ്കിൻകാർക്കും ആണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും ശരീരത്ത് പോസ് ഉണ്ട്, നമുക്ക് സ്കിന്നിന് പോസ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഓയിലി സ്കിൻകാർക്കോ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്കോ ഈ പോസ് കുറച്ച് വലുതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് പ്രോമിനന്റ് ആയിരിക്കും. കാരണം ഓയിൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലാണ്. ഈ ഓപ്പൺ ആയിരിക്കുന്ന പോസിനകത്തോട്ട് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിൽസ് അത് മാത്രമല്ലാണ്ട് നമ്മുടെ ഡേർട്ടൊക്കെ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇത് ഇരുന്ന് കുറച്ച് കാലപ്പഴക്കം വരുമ്പോൾ, അതായത് ഇരുന്നിട്ട് നമ്മുടെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് ബ്ലാക്ക് ഹെഡ്സ് ആവും. റിയാക്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് അത് വൈറ്റ് ഹെഡ്സ് ആവും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും ഓപ്പൺ കൊമിഡോൺസ് ആണ്. അതായത് കൊമിഡോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റിന് അടയ്ക്കുന്ന സാധനങ്ങളാണ് നമ്മൾ കൊമിഡോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും. ഇത് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആയിട്ട് മാത്രമല്ല വരുന്നത്. ചില സമയത്ത് ഇത് പുറത്തോട്ടിരിക്കുന്നെങ്കിൽ ചില സമയത്ത് ഇത് ക്ലോസ്ഡ് കൊമിഡോൺസ് ആയിട്ട് വരും. അതായത് ഇതിന്റെ മുകളിൽ ഒരു തൊലിയും കൂടെ വരും. അപ്പൊ നമുക്ക് അറിയത്തില്ല പുറത്തോട്ട്. അപ്പൊ നമ്മൾ മോക്കുരുവാണെന്ന് അല്ലെങ്കിൽ ചെറിയ തരി കുരുവാണെന്ന് വിചാരിക്കും. അതല്ല, ഇത് ക്ലോസ്ഡ് കൊമിഡോൺസ് ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് സാലിസിലിക് ആസിഡ് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ല നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണേഴ്സ്, BHA ടോണേഴ്സോ അല്ലെങ്കിൽ AHA BHA ടോണറുകളോ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രീമുകൾ മാക്സിമം, അതായത് മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീൻസ് മാക്സിമം ജെൽ ബേസ്ഡ് ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നോൺ കൊമിഡോജനിക് എന്ന് എഴുതിയിട്ടുള്ള സാധനങ്ങളായിരിക്കണം. ഇപ്പോൾ ഒരുവിധം എല്ലാത്തിലും അത് എഴുതിയിട്ടുണ്ടായിരിക്കും. കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ കാരണം ഇതൊക്കെ നമ്മുടെ മുഖത്തോട്ട് വരുമ്പോൾ നമ്മുടെ പോസിന് പെട്ടെന്ന് അടയ്ക്കുക, നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടുകയും ചെയ്യും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആരും ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ, അതായത് നമ്മുടെ ഈ സ്ക്രബുകളിൽ അത് വാങ്ങിയിട്ട് അത് ഒരച്ച് കളയാൻ നോക്കരുത്. അതുപോലെ നോ സ്ട്രിപ്സ് യൂസ് ചെയ്യരുത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഫിസിക്കൽ സ്ക്രബാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ സ്ഥലത്ത് പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് തോന്നുന്നതാണ് അവിടെ നമ്മൾ ലിറ്ററലി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും എടുത്ത് കളയും. പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ സ്കിന്നൊന്ന് ചെറുതായിട്ട് മൈക്രോ ടിയറും കൂടെ നടത്തും. അതൊന്ന്. പിന്നെ നമ്മൾ ആ സാധനങ്ങൾ തുറന്നിടുകയാണ്, അവിടെ പെട്ടെന്ന് വീണ്ടും ഓയിലിനും ഡേർട്ടിനും വന്ന് അടഞ്ഞിരുന്നിട്ട് വീണ്ടും നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടാക്കാം. അടുത്ത രണ്ടാമത്തെ നമ്മുടെ പോസ്റ്റ് സ്ട്രിപ്സിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പോസ്റ്റ് സ്ട്രിപ്പുകൾ ഒരു ഒക്കേഷനിൽ യൂസ് ചെയ്യാൻ നല്ല വെച്ചാൽ പെട്ടെന്ന് ഒരു കല്യാണത്തിന് തന്നെ നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് പോസ്റ്റ് സ്ട്രിപ്സ് ഉപയോഗിക്കാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഫംഗ്ഷന് വേണ്ടി തലേന്ന് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ.
പക്ഷെ അതിനൊക്കെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് തേച്ചിട്ട് നമ്മൾ എടുത്ത് കളയുമ്പോൾ ഈ പോസ് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ലീവ് ചെയ്യാണ്. ഇതിനെ നമ്മൾ മിനിമൈസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനോ നമ്മൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അത് കാരണം വീണ്ടും അവിടെ ഓയിലും ഇതൊക്കെ വന്നിട്ട് ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പോസ് സ്ട്രിപ്സും ഈ നമ്മുടെ ഫിസിക്കൽ സ്ക്രബും ഇതിന് വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞത്. അടുത്തെന്ന് വെച്ചാൽ ചില ആൾക്കാര് നമ്മുടെ സെബേഷ്യസ് ഫിലമെന്റ്, അതായത് നമ്മുടെ മൂക്കിൽ ചെറിയ രീതിയിൽ ഒരു ഫിലമെന്റ് കണക്ക് വരും, അതായത് നമ്മൾ ഹെയർ ഫോളിക്കിൾസ് കണക്ക് തോന്നും, നമുക്ക് ഹെയർ കണക്ക് തോന്നും, അത് വരും. അതിനെ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആയിട്ട് തെറ്റിദ്ധരിക്കും. അതായത് പറഞ്ഞാൽ അതൊരു തരത്തിൽ മുടിയാണ് നമ്മുടെ സ്കിന്നിൽ വരുന്നത്, പോസിനകത്ത് മുടി വരുന്നതാണ്. അതിനെ നമ്മൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ആയിട്ട് തെറ്റിദ്ധരിക്കും. അല്ല, ഇത് ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ്. നമ്മൾ ഇത് മാറ്റാൻ ഏറ്റവും നല്ലത് സാലിസിലിക് ആസിഡ് തന്നെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിനെല്ലാം കൂടെ എങ്ങനെ സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡിന് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് കാരണം ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പോസ് ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ഗ്ലാൻഡുകൾ ചെറുതാവും, അതനുസരിച്ച് നമ്മുടെ പോസ് ഒന്ന് ചുരുങ്ങും, പോസിന്റെ ആ ഒരു വലുതായിരുന്നു ചെറുതാവും. അത് കാരണം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സിനും അവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെയാണ് ആ സെബേഷ്യസ് ഫിലമെന്റിന്റെ സിറ്റുവേഷനിലും വരുന്നത്. അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡ് നല്ലതാണെന്ന് പറയുന്നത്. പിന്നെ സാലിസിലിക് ആസിഡ് സെറം ആയാലും ഫേസ് വാഷ് ആയാലും ടോണർ ആയാലും ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെല്ലാം നമുക്ക് പർജിങ് ഉണ്ടാക്കും. അപ്പൊ എന്താണ് പർജിങ് എന്ന് വെച്ചാൽ നമ്മുടെ ചില സ്കിൻ കെയർ ആക്റ്റീവ്സ്, അതായത് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾ പോലെയുള്ളവ നമ്മുടെ മുഖത്ത് ആദ്യമായിട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഒരുപാട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഒരുപാട് മോക്കുരു വരുന്നതായിട്ട് നമുക്ക് തോന്നും. അത് നമ്മുടെ സ്കിൻ ഈ സാധനങ്ങൾക്ക് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് ആണ് അതിന്റെ റീസൺ. പക്ഷെ ഇത് ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും, ചിലപ്പോൾ 2 ആഴ്ച നിൽക്കും, അത് കഴിഞ്ഞങ്ങ് പൊക്കോളും. പക്ഷെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വരുന്ന മോക്കുരു ഒരുപാട് വേദനയുള്ളതോ റെഡ്നെസ്സോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിന്നിട്ടൊരു മോക്കുരു ഉണ്ട് അത്രേ ഉള്ളൂങ്കിൽ കുഴപ്പമില്ല. അതല്ലാണ്ട് നമുക്ക് ഒരുപാട് റെഡ്നെസ്സും ഇച്ചിങ്ങും പെയിനും വരികയാണെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആ മോക്കുരു വന്നാൽ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് റെറ്റിനോൾ അഗ്ലിങ് തന്നെ അതിനൊരു ഇത് പറയും. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ 24 ഇയേഴ്സിന് എബോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് സിറത്തിനോ ഫേസ് വാഷിനോ അല്ലെങ്കിൽ ടോണറിനോ കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റെറ്റിനോൾ. അതായത് ഒരുമിച്ച് ഉപയോഗിക്കണം എന്നല്ല പറയും. നിങ്ങൾ രാവിലെ സാലിസിലിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം റെറ്റിനോളും ഇതുപോലെ നമ്മുടെ ഒരു മൈൽഡ് എക്സ്ഫോളിയേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യും. ഈ വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും ഓപ്പൺ പോസിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പിന്നെ സെബേഷ്യസ് ഫിലമെന്റും. ചില ആൾക്കാർ വിചാരിക്കും എന്റെ ഡ്രൈ സ്കിൻ ആണ്, പിന്നെ എനിക്കിത് എങ്ങനെ വരുന്നു? ഡ്രൈ സ്കിൻകാർക്ക് വരാൻ ചാൻസ് കുറവാണ്, കാരണം അവരുടെ പോസ് അത്രയും ചെറുതാണ്. പക്ഷേ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണ്, ചിലപ്പോൾ നിങ്ങളുടെ മൂക്കിന്റെ ഏരിയ മാത്രം ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള അങ്ങനെയൊക്കെയുള്ള നമ്മൾ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വൈറ്റ് ഹെഡ്സ് ഇരുന്ന് കുറച്ച് കാലപ്പഴക്കം വരുന്നതുകൊണ്ടാണ് അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതാണ് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും സെബേഷ്യസ് ഫിലമെന്റിനെയും പറ്റിയുള്ള ഒരു പറയാൻ പറ്റുന്ന. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അടുത്തതാണ് എല്ലാവരും ചോദിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഗ്ലോയി സ്കിൻ തരാനായിട്ട് എനിക്ക് ഏത് സെറമാണ് നല്ലതെന്ന്. ആദ്യം മനസ്സിലാക്കാം, നമുക്കൊരു സെറം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്ലോയി സ്കിൻ കിട്ടത്തില്ല. നമ്മൾ ബേസിക് ആയിട്ടൊരു സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കാരണം ഇതുവരെയും പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാതിരുന്നത്, പ്രോപ്പറായിട്ട് ഞാൻ വാഷ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഒന്നും കുളിക്കാറുണ്ട്, ഞാൻ മുഖം കഴുകാറുണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങളുടെ ഫേസിന്റെ ആ ഒരു എന്താണോ നിങ്ങളുടെ ഫേസ് ടൈപ്പ്, അതായത് ഓയിലി ആണോ, ഡ്രൈ ആണോ, കോമ്പിനേഷൻ ആണോ, അല്ലെങ്കിൽ നോർമൽ ആണോ, നോർമലാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കി ഏതാണോ അതിന്റെ അനുസരിച്ചുള്ള ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊരു ഒരു എഫക്ട്, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതനുസരിച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ സ്കിൻ ഒരു ഗ്ലോ കിട്ടും. പിന്നെ ആഴ്ചയിലേക്ക് നമ്മൾ എക്സ്ഫോളിയേഷൻ ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരു നല്ല സ്കിൻ ഗ്ലോ കിട്ടും. അതായത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സിറം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ക്രീം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചോ നമുക്ക് ആ ഒരു ഇന്നർ ബ്യൂട്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ബേസിക് സ്കിൻ കെയറിന്റെ കാര്യം. അടുത്തെന്ന് വെച്ചാൽ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാതെ, അതായത് ഇതിന് വെള്ളം കുടിക്കാതിരുന്ന നമ്മുടെ സ്കിൻ ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് ആകും. ഡീഹൈഡ്രേറ്റ് ആകുമ്പോഴും നമുക്ക് ഒരുപാട് ഗ്ലോ കിട്ടത്തില്ല. അടുത്തെന്ന് വെച്ചാൽ ഫുഡ്, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാതിരുന്നാലും നമുക്കൊരു നല്ല സ്കിൻ കിട്ടത്തില്ല. പിന്നെ സ്ട്രെസ്, സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ അക്യൂമുലേഷൻ, ഓവർ ആയിട്ടുള്ള ഷുഗർ, ഇതൊക്കെ നമ്മുടെ പിന്നെ ഓവർ പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ ഓവറായിട്ട്, ജങ്ക്സ് ഒക്കെ ഓവറായിട്ട് കഴിച്ചാലും നമുക്ക് നല്ല സ്കിൻ കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ ഹെൽത്തിന് എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ പാർട്ടല്ലേ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡി അത് ഈ ജങ്ക്സും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സും ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി അതൊക്കെ എങ്ങനെ ബാധിക്കുന്നു, അത്
അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയും ബാധിക്കണം. അപ്പൊ നമ്മളൊരു ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കൊരു ഗ്ലോയി സ്കിൻ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ സ്കിൻ സെറം യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഗ്ലോയി സ്കിൻ കിട്ടത്തില്ല. പിന്നെ മാക്സിമം ആന്റി ഓക്സിഡൻസ്, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ആന്റി ഓക്സിഡൻസ് കിട്ടും. അത് കാരണം നമുക്കൊരു നല്ലൊരു സ്കിൻ കിട്ടും. പിന്നെ കുറെ ഹെറിഡിറ്ററി ഉണ്ട്. നമ്മള് എത്ര പറഞ്ഞാലും ഹെറിഡിറ്ററി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്കിന്നിൽ. ഹെറിഡിറ്ററിയും ഒരു ഭാഗമാണ്. കാരണം ഹെറിഡിറ്ററി ഉള്ളതുകൊണ്ട്, നല്ലൊരു ജീൻ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല സ്കിൻ കിട്ടണമെന്നില്ല. പ്രോപ്പർ ആയിട്ട് നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ജീനും അതിന്റെ ഒരു ഭാഗമാണെന്നേ ഉള്ളൂ. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരാളുടെ സ്കിൻ ഗ്ലോ, ഇന്ന സാധനം ഉപയോഗിച്ച് ഒരാളുടെ സ്കിൻ ഗ്ലോ ആയി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾക്ക് ആ സാധനം ചിലപ്പോൾ ഗ്ലോ തരത്തില്ല. അയാൾക്കത് വർക്ക് ചെയ്തു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളൊരു സ്കിൻ കെയർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മളുടെ എക്സ്പെക്ടേഷൻ, നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ വേറൊരാൾക്ക് ഗ്ലോ കിട്ടി. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് സാലിസിലിക് ആസിഡ് സിറം ഉപയോഗിച്ച് ഗ്ലോ കിട്ടി. ബി എന്ന് പറയുന്ന ആൾ ഇപ്പൊ സാലിസിലിക് ആസിഡ് സിറം വാങ്ങിക്കും. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ എയുടെ ഓയിലി സ്കിന്നാണ്, പുള്ളിക്കാരന് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഗ്ലോ കിട്ടിയത്. ബി എന്ന് പറയുന്ന പേഴ്സണാലിറ്റിക്ക് ഡ്രൈ സ്കിന്നാണ്. അയാൾ സാലിസിലിക് ആസിഡ് സിറം ഉപയോഗിച്ച് നിങ്ങളുടെ ഉള്ള ഓയിലും കൂടെ പ്രൊഡക്ഷൻ നിൽക്കും, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, മോക്കുരു വരും, ഗ്ലോ കിട്ടത്തില്ല, ഗ്ലോയ്ക്ക് ഓപ്പോസിറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഗ്ലൈക്കോളിക് ആസിഡ് ബേസ് ചെയ്ത ഫേസ് വാഷ് അല്ലെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളുടെ പ്രശ്നം നോക്കി ഒരാൾക്ക് ഫലം കിട്ടി, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് അത് യൂസ് ചെയ്ത് ഫലം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്ത്, നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കൺസേൺ അനുസരിച്ച്, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നിങ്ങളൊരു സെറമോ മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയി സ്കിൻ കിട്ടും. അടുത്തെന്ന് വെച്ചാൽ നമ്മൾ നന്നായി വീക്ക്ലി വൺസ്, ഇപ്പോൾ 20 ഒക്കെ ഏജ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടി ഡെഡ് സ്കിൻ അക്യുമുലേഷൻ കൂടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്ക്ലി ഒരു എക്സ്ഫോളിയേഷൻ നടത്തുന്നത് നല്ലതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗ്ലോയി സ്കിൻ കിട്ടും. കാരണം നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് സ്കിന്നും കൂടെ റിമൂവ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ലൈറ്റ് ഒന്ന് തട്ടിപ്പോയിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടത്തുള്ളൂ. അപ്പം നന്നായിട്ട് ഫുഡ് കഴിക്കുക, ഒരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുക, ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒരു നല്ല രീതിയിൽ ഒരു എക്സ്ഫോളിയേഷനും കൂടെ നടത്തിയാൽ നമുക്ക് നല്ലൊരു ഗ്ലോയി സ്കിൻ കിട്ടും. ആദ്യത്തെ ഇതായതുകൊണ്ട് ഞാൻ 3 ക്വസ്റ്റ്യനിൽ ഒതുക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ വേണം, ഞാൻ ഇതുവരെയും ചെയ്ത വീഡിയോയിൽ പറയാത്ത രീതിയിലും എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ചെയ്ത വീഡിയോ പറ്റിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ, ഇങ്ങനത്തെ വീഡിയോയിൽ കണ്ടിന്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേയും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.